അച്ചാച്ചനും അമ്മാമ്മയൊക്കെ വന്ന് കല്യാണിക്കുട്ടീനെയൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻകുട്ടിക്ക് ചെറിയൊരു കുശുമ്പൊക്കെ കയറിയത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ അവൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് അവൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ അവനതൊക്കെ മാറും. പിന്നെ ഞാനിങ്ങനെ പറയും, നമ്മുടെ ഉണ്ണിയല്ലേ, ഞാനല്ല കല്യാണിന് എടുക്കണ്ടേ, കണ്ണനാണ് കല്യാണിന് എടുക്കേണ്ടത്, വേഗം പോയിടുത്തോ, കണ്ണനാണ് ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വലിയ ഒരു ചേട്ടൻ ഭാവമൊക്കെ ആൾക്ക് വരും കേട്ടോ. പിന്നെ കല്യാണിക്കുട്ടീനെ വേഗം ഞാൻ കുളിപ്പിച്ച് മുടിയൊക്കെ കെട്ടി ട്യൂഷന് വിടാൻ കേട്ടോ. ട്യൂഷന് വിടുന്നതിന് മുൻപും കുറച്ച് അങ്കമാണ് അവളുടെ അടുത്ത്. വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ പറഞ്ഞാലൊക്കെ അവൾ അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും, അങ്ങനെയൊക്കെയാണ്. അത് ഞാനിപ്പോൾ എടുത്ത് പറയേണ്ട, അവളുടെ പ്രായക്കാരൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. പിന്നെ കല്യാണം ട്യൂഷന് പോയി കഴിഞ്ഞ് പിന്നെ ഞാനും കണ്ണനും ആദ്യം തനിച്ചായിട്ടോ. പിന്നെ എന്നത്തെയും പോലെയൊക്കെ തന്നെ വൈകിട്ടും ഒരു അടിച്ചു വാരലും. ചില ദിവസം എനിക്ക് തന്നെ തോന്നാറുണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. വൃത്തി കൂടിയാലും പ്രശ്നമെന്ന് പറയുന്നത് പോലെ എനിക്ക് അടിക്കലും തുടക്കലൊക്കെ ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ രാവിലെ പഠിക്കലും തുടക്കലും കഴിഞ്ഞു, വൈകിട്ട് വെറുതെ ഒന്ന് അടിച്ചിട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ ആരുമില്ല, കല്യാണി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ എനിക്കപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പാടും കാര്യങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ തുടയ്ക്കാനൊക്കെ നിൽക്കും. അപ്പം ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഒരു ചെറിയൊരു പ്രാന്തമൊക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ്. ചില ദിവസം ഇപ്പം നല്ല ക്ലീനായിട്ടൊക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അതിനിടയിൽ നമ്മുടെ ഒരു മുളകും തയ്യേ നമ്മളവിടെ റെൻറ്റിന് താമസിച്ചിരുന്നിടത്ത് ഞാൻ പാവിതൊന്നുമല്ല തന്നെ മുളച്ച് വന്നതായിരുന്നു. അപ്പോൾ അതിങ്ങനെ ആകെ ഉണങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് വെയിലത്തേക്ക് മഴയത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചിങ്ങനെ എടുത്ത് വെച്ചതല്ലേ, പിന്നെ വെള്ളം കയറിയിട്ട് അതാകെ ചീഞ്ഞ് പോവുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കുളിക്കാനൊക്കെ നിന്ന് കണ്ണൻകുട്ടിക്ക് ഡ്രസ്സൊക്കെ ഊരി കൊടുത്തപ്പോഴാണ് ആലോചിച്ചത് കുറച്ച് റസ്ക് ഒന്ന് കുതിർത്തി കൊടുക്കാമായിരുന്നു ചായയിൽ. ഇനിയിപ്പോൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഡ്രസ്സിലൊക്കെ ആയെങ്കിലോ. അവനെപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഭക്ഷണം കൊടുക്കുമ്പോഴും അവൻ ഓരോ ടവൽ വേണം കേട്ടോ. അവൻ്റെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അവനിങ്ങനെ ചെരിച്ച് പിടിക്കുകയുള്ളൂ കഴുത്തേ. അപ്പോൾ ആ കഴുത്തിൻ്റെ ആ ഭാഗത്ത് ഞാൻ ഒരു ടവലിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ അവന് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്കത് എന്തായാലും ഇപ്പോൾ കുളിപ്പിക്കാൻ പോവാണ്, അപ്പോൾ ഇത് കൊടുത്തിട്ട് കുളിപ്പിക്കാം. അപ്പോൾ പിന്നെ അവൻ ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂ. എന്തായാലും പിന്നെയും കൊടുക്കണം ഭക്ഷണം. അപ്പോൾ ഞാനും കുളിക്കാൻ വേണ്ടിയൊക്കെ മുടിയൊക്കെ പൊക്കിയൊക്കെ കെട്ടി വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ കോലം കാണുന്നത്. ആരും എൻ്റെ പിന്നിൽ കിടക്കുന്ന കോഴിവാല് കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ണൻകുട്ടിക്ക് ഞാൻ ഇപ്പോൾ കുളിപ്പിച്ച് തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ കാണാടാ, ഫോണിലെ സിനിമ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ ആൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനും കണ്ണനും കൂടെ ഇപ്പോൾ ഈവനിങ്ങിൽ കുറച്ച് നേരമൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇരിക്കും കേട്ടോ. എനിക്ക് എന്തെങ്കിലും നൂല് കെട്ടാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതും പിടിച്ച് ചിലപ്പോൾ റൂമിൽ അവൻ്റെ അടുത്തൊക്കെ ചെന്നൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ കണ്ണൻകുട്ടിക്ക് കണ്ടില്ലേ ഇങ്ങനത്തെ ടവലുകൾ കുറേ ആവശ്യം. അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് ടവലുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ പ്രാവശ്യം ഫുഡ് കൊടുക്കുമ്പോഴും ഓരോ ടവലുകൾ വേണമെന്നേ. അപ്പോൾ കുഴപ്പമില്ല, അധികം നല്ല ക്വാളിറ്റി അല്ല എന്നാലും കുഴപ്പമില്ലാത്ത ടവലായിരുന്നു കേട്ടോ.